അസം സർക്കാർ ഈ കുടിയേറ്റ ഭൂമിയൊക്കെ തന്നെ തിരിച്ചു പിടിച്ചിരിക്കുകയാണ്. അത് വലിയൊരു വിപ്ലവം തന്നെയാണ് അവിടെ നടന്നിരിക്കുന്നത്. ഒരുപക്ഷെ നോക്കിക്കഴിഞ്ഞാൽ നമ്മുടെ സംസ്ഥാനത്തും കാണും ഇതുപോലെ ഇത്തരത്തിലുള്ള ഈ കയ്യേറ്റ ഭൂമിയും ഒക്കെ ഉണ്ട്. അതൊക്കെ തിരികെ പിടിക്കേണ്ട സമയമായി എന്നുള്ളതാണ്. അസാമിൽ നമുക്കറിയാം, അതിനകത്ത് മറ്റു പലതരത്തിലുള്ള അനിയന്ത്രിതമായിട്ടുള്ള നുഴഞ്ഞുകയറ്റക്കാരും ഒക്കെ വരുന്നുണ്ട്. അവിടെയാണ് ഈ ഹിമന്ത് ബിശ്വാസ് ഒരു വലിയ തൻ്റെ ഇടം കാണിച്ചിരിക്കുന്നത്. സാർ, അത് ഒരു വലിയ ചുവടുവയ്പ്പാണ്. അത് അതിൻ്റെ തുടക്കമേ ആയിട്ടുള്ളൂ. ഒരു പടിയിലേ കാലെടുത്ത് വെച്ചിട്ടുള്ളൂ. ഇനിയും 999 പടി കയറാനുണ്ട്. ശരിക്കു പറഞ്ഞാൽ 63 ലക്ഷം ഏക്കർ ഭൂമിയാണ് അസമിൽ ഈ അനധികൃതമായിട്ട് ആൾക്കാർ കുടിയേറി കൈവശം വെച്ചിരിക്കുന്നത്. ഇത് ഇന്ത്യക്കാരാണ് കുടിയേറിയതെങ്കിൽ പോട്ടെ, നമുക്ക് അവർക്ക് പട്ടയമൊക്കെ കൊടുത്ത് അവരെ അവിടെ താമസിപ്പിക്കാം. ഇത് ഇന്ത്യക്കാരല്ല, ബംഗ്ലാദേശികളും റോഹിംഗ്യകളും നുഴഞ്ഞു കയറി, പിന്നെ ഈ പറഞ്ഞ പോലെ കുറച്ച് ബർമയെന്നും ഒക്കെ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇവരൊക്കെ നുഴഞ്ഞു കയറി അവിടെ വാസമുറപ്പിക്കുകയാണ്. എന്നിട്ട് അവരുടെ കോളനികൾ ഉണ്ടാക്കുകയാണ് കൂട്ടം കൂട്ടമായിട്ട്. ഇപ്പോൾ ഒരാളാണ് നുഴഞ്ഞു കയറിയതെങ്കിൽ നമുക്ക് എന്തെങ്കിലും ചെയ്യാം, നിയമപരമായ നടപടി സ്വീകരിക്കാം, പോലീസ് ആക്ഷൻ. ഇതങ്ങനെയല്ല, ഒരു ഗ്രാമം മൊത്തം അവരുടെ കയ്യിലാണ്. ഒരു വനപ്രദേശം വന്ന് അത് വെട്ടിത്തെളിച്ച് അവിടെ അങ്ങ് കുടിയേറി അതിനെ പിന്നെ ഒരു ഗ്രാമമാക്കി മാറ്റുകയാണ്. ഇത്തരത്തിലുള്ള വലിയ വിഷയങ്ങൾ അവിടെ ഉണ്ട്. ഇപ്പം ഈ കഴിഞ്ഞ 4 വർഷം കൊണ്ട് 92,975 ഏക്കർ ഭൂമി, ശരിക്കും പറഞ്ഞാൽ 93,000 ഏക്കർ ഭൂമിക്ക് ഒരു 25 സെന്റ് കുറവ്, അത്രയും ഏക്കർ ഭൂമി അവർ തിരിച്ചു പിടിച്ചു സർക്കാർ. 92,975 ഏക്കർ തിരിച്ചു പിടിച്ചു. ആകെ 63 ലക്ഷം ഉണ്ട്. അതിൽ ഏതാണ്ട് 1 ലക്ഷത്തിനടുത്താണ് ഇപ്പൊ തിരിച്ചു പിടിച്ചത്. ഇനി 62 ലക്ഷം ഏക്കർ ഭൂമി തിരിച്ചു പിടിക്കാൻ ഉണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്ക്. അപ്പൊ എത്ര വലിയ കയ്യേറ്റമാണ്, അല്ലെങ്കിൽ നുഴഞ്ഞുകയറ്റമാണ്, അനധികൃത കുടിയേറ്റമാണ് ആസാമിൽ നടന്നിരിക്കുന്നത്. ഈ അമേരിക്കയിലൊക്കെ കുടിയേറിയിരിക്കുന്നത് എത്രയോ കുറവാണെന്ന് പറയണം, അല്ലെ? അത് വെച്ച് നോക്കുമ്പോൾ 63 ലക്ഷം ഏക്കർ ഭൂമിയാണ് നഷ്ടപ്പെട്ടിരിക്കുന്നത്. ഈ സമാനമായ രീതിയിൽ ബംഗാളിലും കാണാൻ പറ്റും. തീർച്ചയായിട്ടും ബംഗാളിൽ ഇതിന്റെ ഇരട്ടി കാണും. ഉറപ്പാണ്. അവിടെ കുടിയേറ്റക്കാരുടെ ഇത് കൂടുതലാണ്. മുർഷിദാബാദ്, ഈ 24 പർഗാനസ്, അതുപോലെ മാൾഡ തുടങ്ങിയ ജില്ലകള് അതിർത്തി ജില്ലകളാണ്. അവിടെയൊക്കെ വളരെ വളരെ രൂക്ഷമായ രീതിയിൽ കുടിയേറ്റം സംഭവിച്ചിരിക്കുന്നു, അനധികൃത നുഴഞ്ഞുകയറ്റം സംഭവിച്ചിരിക്കുന്നു എന്നാണ് റിപ്പോർട്ടുകൾ. ഇതൊക്കെ ഈ 2014 മുമ്പ് സംഭവിച്ചതാണ്. അപ്പൊ ഇവിടെ ഈ ഹിമന്ത ബിശ്വാസ് ഈ നടപടികളുമായിട്ട് വരുമ്പോൾ 2021 മുതലാണ് അദ്ദേഹം അധികാരത്തിലേറ്റപ്പോൾ മുതൽ ഈ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത്. ഇതിന് ഭയങ്കര എതിർപ്പ് അവിടെ ഉണ്ട്. അവിടുത്തെ കോൺഗ്രസ് മുഖ്യ പ്രതിപക്ഷമാണ് ഇതിനെ എതിർത്തുകൊണ്ട് വരുന്നത്. അവരൊരു കാരണവശാലും ഇത് ഒഴിപ്പിക്കാൻ അനുവദിക്കില്ല എന്നൊക്കെ പറഞ്ഞ് രംഗത്ത് വന്നു. പക്ഷെ സർക്കാർ ശക്തമായ നടപടികളുമായിട്ട് മുന്നോട്ട് പോയി. ഇപ്പോൾ പറയുന്നത് എന്താണെന്ന് അറിയാമോ? നമ്മുടെ ഈ പ്രശാന്ത് ഭൂഷണെ പോലെയുള്ള അഡ്വക്കേറ്റുമാർ, അതുപോലെ മൻമോഹൻ സിംഗിന്റെ കാലത്ത് കോൺഗ്രസിൽ ഉന്നത സ്ഥാനം വഹിച്ചിരുന്ന ഈ ലെഫ്റ്റ് ലിബറൽസും റെഡ് ജിഹാദി ടീമുകളും ഉണ്ടല്ലോ, അവരൊക്കെയാണ്. അതിൽ ഒരുപാട് പേരുണ്ട്. അവരുടെയൊക്കെ പേരുകളെല്ലാം പറയാൻ നിന്നാൽ നമ്മളിപ്പോഴൊന്നും തീരൂല. അവരെല്ലാവരും കൂടെ ഇപ്പൊ പറയുന്നതെന്ന് വെച്ചാൽ, മനുഷ്യരെല്ലാവരും ഒരുപോലെയല്ലേ, മനുഷ്യർക്ക് ജീവിക്കണ്ടേ, അതുകൊണ്ട് അവരെ ഈ ബംഗ്ലാദേശികളാണ്, റോഹിംഗ്യകളാണെന്നൊക്കെ പറഞ്ഞ് അടിച്ചു പുറത്താക്കാൻ പാടുണ്ടോ? അവരെങ്ങനെയെങ്കിലുമൊക്കെ ഇവിടെ പിഴച്ചു പോട്ടെ, അവർ നമ്മുടെ സഹോദരങ്ങളല്ലേ? ഇതൊക്കെയാണ് പറയുന്ന ന്യായം. ഹിമന്ത ബിശ്വാസ് ശർമ്മ വളരെ കൃത്യമായിട്ട് പറഞ്ഞു, ഇന്ത്യയിലെ വിഭവങ്ങൾ ഇന്ത്യക്കാർക്കല്ലാതെ, ഇന്ത്യൻ പൗരന്മാർക്കല്ലാതെ മറ്റാർക്കും ഇന്ത്യയിലെ വിഭവങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രശ്നമില്ല. പ്രധാനമന്ത്രി ചെങ്കോട്ട പ്രസംഗം പറഞ്ഞതാണ് ഈ കാര്യം. BJPയുടെ പോളിസിയാണ്. അവര് ഈ 2021 ഇലക്ഷൻ നേരിടുമ്പോൾ ഹിമന്ത ബിശ്വാസ് ശർമ്മയുടെ നേതൃത്വത്തിലാണ് നമ്മൾ നേരിട്ടത്. അപ്പോൾ ഇദ്ദേഹം കോൺഗ്രസിൽ നിന്ന് വന്നയാളാണ്, അറിയാമല്ലോ. കോൺഗ്രസിന്റെ ഉപമുഖ്യമന്ത്രി ആയിരുന്ന ആളാണ്. അവിടെ തരുൺ ഗൊഗോയിയുടെ ശല്യം സഹിക്കവയ്യാതെ അവസാനം നിവർത്തികെട്ട് ദേശീയവാദിയായ ഹിമന്ത കോൺഗ്രസ് വിട്ടിട്ട് BJP ചേർന്നു. BJP ചേർന്നപ്പോൾ അദ്ദേഹത്തിന് പ്രവർത്തന സ്വാതന്ത്ര്യം കൊടുത്തു. നിങ്ങൾ എന്തു വേണോ ചെയ്തുകൊള്ളുക, സംസ്ഥാനത്തെ ഒരു വികസിത സംസ്ഥാനമാക്കി മാറ്റണം അസമിനെ. അത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് പറയാനുള്ളത്. ഒരു ജനകീയ പദ്ധതികളും തടസ്സപ്പെടുത്തരുത്, ജനങ്ങളുടെ സ്വൈര ജീവിതത്തിന് ഉതകുന്ന തരത്തിൽ ഭരിക്കുക. സ്വാതന്ത്ര്യം കിട്ടി അദ്ദേഹം കാര്യങ്ങളെല്ലാം ചെയ്യാൻ തുടങ്ങി.
ഇപ്പോൾ ആസാമിൽ വലിയ വികസന കുതിപ്പാണ് ആസാമിനുള്ളത്. അവർ കാർഷിക രംഗത്തൊക്കെ വലിയ രീതിയിൽ മുന്നേറുന്നു. ആസാമിൽ ഉൽപ്പാദിപ്പിക്കുന്ന വിളകൾ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന് വിൽക്കുകയാണ്. വലിയ രീതിയിൽ മുന്നേറുന്നു ആസാം. പണ്ട് ആസാമിൽ ഞാൻ കണ്ടിട്ടുണ്ട്, ഈ ടി വിയിലെ ന്യൂസൊക്കെ കാണുമ്പോൾ കാണുന്നതാണ്, ഈ റോഹിംഗ്യകളും ബംഗ്ലാദേശികളും ഇങ്ങനെ കൂട്ടത്തോടെ കയറിയിട്ട് ഓട്ടോ ഓടിക്കുക, റിക്ഷ വലിക്കുക, ഇതൊക്കെയാണ് അവർ ചെയ്യുന്ന ജോലികൾ. ഇത് ചെയ്യുമ്പോൾ പള്ളിയിൽ ബാങ്ക് വിളി, ഉച്ചയ്ക്ക് ബാങ്ക് വിളി ഉയർന്നു കഴിഞ്ഞാൽ അവർ ഉടനെ തന്നെ ഈ ഓട്ടോറിക്ഷ അവിടെ ഇട്ടിട്ട് ഒരു തുണിയെടുത്ത് നിലത്ത് വിരിച്ച് അവിടെ നിന്ന് നിസ്കരിക്കും. നടു റോഡിൽ. റോഡ് യാത്ര ചെയ്യാനുള്ളതാണ്. നിസ്കാരം എന്ന് പറയുന്ന ആരാധനാ രീതി അത് ഉചിതമായ സ്ഥലത്ത് വെച്ച് ആരാധനാലയത്തിലോ വീടിനുള്ളിലോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കെട്ടിടത്തിനുള്ളിലോ വെച്ച് ചെയ്യേണ്ടതാണ്. പക്ഷേ ഇവര് ചെയ്യുന്നത് അങ്ങനെയല്ല. അവരെവിടെയാണോ ഈ ബാങ്ക് വിളി കേൾക്കുന്നത് അപ്പോൾ അവിടെ വെച്ച് ആ ആട്ടോ അങ്ങോട്ട് നടു റോഡിൽ നിർത്തിയിട്ടിട്ട് അവിടെ നിസ്കരിക്കും. ഇത് ശരിയായ കാര്യമല്ല. ഹിമന്ത ബിശ്വ ശർമ്മ വന്നതിന് ശേഷം അദ്ദേഹം ഇതെല്ലാം നിർത്തലാക്കി. ഇപ്പോൾ ഈ പ്രശ്നമൊന്നുമില്ല. ഇപ്പോൾ അവര് കൃത്യമായിട്ട് നിസ്കരിക്കേണ്ടപ്പോൾ പള്ളിയിൽ പോയി നിസ്കരിക്കും, അല്ലെങ്കിൽ വീട്ടിൽ നിസ്കരിക്കും. അത് വേറെ തരത്തിൽ ഇവിടെയൊക്കെ ആയിരുന്നെങ്കിൽ അത് വലിയ പ്രശ്നമായി മാറിയേനെ. നന്നായി വർഗീയമല്ല. അതെ. അപ്പോൾ ഇതിന്റെ ഭാഗമായിട്ട് അവിടെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. അവിടെ പറയുന്നത് വളരെ കൃത്യമാണ്. അനധികൃതമായി കുടിയേറിയ ആൾക്കാരെ ഒരു കാരണവശാലും 2003 ബേസ് ചെയ്തുകൊണ്ട് അവർ പുതിയ തീരുമാനം എടുത്തിരിക്കുകയാണ്. അതിന് മുമ്പുള്ളവരെയൊക്കെ ഞങ്ങൾ സഹിച്ചോളാം, പക്ഷെ 2003 മുതൽ നടക്കില്ല. അതിനുശേഷം ഇങ്ങോട്ടേക്ക് കയറിയ ആരെയും ഇവിടെ ഇനി ഇല്ല. ആധാർ കാർഡ് കൊടുക്കുന്നില്ലല്ലോ. ഇപ്പൊ 18 വയസ്സ് തികഞ്ഞ ഒരാളിന് അവിടെ ആധാർ കാർഡ് എടുക്കണമെങ്കിൽ അത് വലിയ മാനദണ്ഡങ്ങൾ വെച്ചിട്ടുണ്ട്. വില്ലേജ് വഴി വളരെ വളരെ സങ്കീർണമാണ്. അങ്ങനെ എളുപ്പത്തിൽ കിട്ടില്ല. കാരണം എന്താന്ന് വെച്ചാൽ ഈ ബംഗ്ലാദേശികളും റോഹിംഗ്യകളും ഒക്കെ ഇങ്ങോട്ട് കുടിയേറിയിട്ട് നേരെ വന്ന് ആധാർ എടുക്കുക. ഇതാണ് ബംഗാളിൽ ചെയ്തുകൊണ്ടിരിക്കുന്നത്. എന്നിട്ട് അവിടെ നിന്ന് മറ്റേതെങ്കിലും ഒരു സംസ്ഥാനത്ത് വന്ന് ജോലി ചെയ്യുക. ബാംഗ്ലൂരോ കേരളമോ ചെന്നൈയോ എവിടെയെങ്കിലും വന്ന് ജോലി ചെയ്യുക. ഇവിടുന്ന് മാസം കാശ് അങ്ങോട്ട് അയച്ചു കൊടുക്കുക. അവിടെ ഒരു കൂട്ടം ഒരുത്തം വന്ന്, കുടുംബത്തിൽ ഒരുത്തം വന്ന് ജോലി ചെയ്യും, ബാക്കിയുള്ളവർ അവിടെ വേണ്ട ബഹളം, അവിടെ കുഴപ്പങ്ങൾ ഉണ്ടാക്കുക, അടിപിടി ഉണ്ടാക്കുക, സംഘർഷം ഉണ്ടാക്കുക, മതവൈരം ഉണ്ടാക്കുക, ഇതൊക്കെയാണ് നടക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇനി അതൊന്നും നടക്കില്ല. വളരെ കൃത്യമായിട്ട് ആസാം സർക്കാർ കഴിഞ്ഞ 4 വർഷമായിട്ട് ആസാമിൽ ബഹളമൊന്നുമില്ലല്ലോ. എന്നാൽ ഇതിനെതിരെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കുന്നത് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും തരുൺ ഗൊഗോയി ഒക്കെയാണ്, പ്രശാന്ത് ഭൂഷണും ഒക്കെയാണ്. പക്ഷെ അതൊന്നും നടക്കില്ല. ഇപ്പം സയ്യിദ് ഹമീദ് പ്ലാനിംഗ് ബോർഡിൽ ഉണ്ടായിരുന്ന ആളാണ് മൻമോഹൻ സിംഗ് സർക്കാരിന്റെ കാലത്ത്. പുള്ളി പറയണത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, അവര് മനുഷ്യരല്ലേ, അവർക്ക് ജീവിക്കണ്ടേ, മനുഷ്യത്വം കാണിക്കൂ. മനുഷ്യത്വം അവരോട് കാണിക്കാൻ നിന്നാൽ നമ്മുടെ നാട്ടിലെ ജനങ്ങൾ പട്ടിണിയാവും. അവരുടെ രാജ്യത്ത് സംവിധാനങ്ങളുണ്ട്, ഗവൺമെന്റ് ഉണ്ട്, അവിടെ വിഭവങ്ങളുണ്ട്. എന്തിനാണ് ഈ ബംഗ്ലാദേശികൾ ഇങ്ങോട്ട് നുഴഞ്ഞു കയറുന്നത്? റോഹിംഗ്യകൾ എന്തിനാണ് ഇങ്ങോട്ട് നുഴഞ്ഞു കയറുന്നത്? അവർക്ക് അവിടെ അവരുടെ രാജ്യമില്ലേ? ഇത് അങ്ങനെയല്ല. അതിഭീകരമായ രീതിയിൽ ജനസംഖ്യ വർദ്ധിപ്പിക്കുന്നു. ആ വർദ്ധിപ്പിക്കുന്ന ജനസംഖ്യ, അതിലെ അംഗങ്ങളെ മുഴുവനും പോറ്റേണ്ട ചുമതല സർക്കാരിന്. ഇതെവിടത്തെ ന്യായം? അപ്പൊ ഇത് വളരെ ആസൂത്രിതമായി ചില ഗൂഢ ഉദ്ദേശങ്ങളോടുകൂടി ചെയ്യുന്നതാണെന്ന് വ്യക്തമാണ്. അത് ഇന്ത്യയിൽ നടക്കില്ല എന്ന് ഹിമന്ത ബിശ്വ കൃത്യമായിട്ട് പറഞ്ഞു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞു, അതിന് ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്, ഇനി ഈ പരിപാടി ഇവിടെ നടക്കില്ല. ഒരു കാരണവശാലും ആസാമിൽ ഈ പറയുന്നത് പോലെ നുഴഞ്ഞുകയറ്റക്കാർക്ക് അഡ്രസ് ഉണ്ടാക്കി കൊടുക്കാൻ ഞങ്ങൾ ഒരു നടപടിയും സ്വീകരിക്കില്ല. എല്ലാറ്റിനെയും പിടിച്ച് പുറത്താക്കും. ഒരുപാട് പേരെ ഇപ്പോൾ അവിടുന്ന് ഒഴിപ്പിച്ചു കഴിഞ്ഞു. ഈ ആസാമി വന്നിട്ട് ആസാമിൽ നിന്ന് പിന്നീട് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക്, അവിടെ നിന്ന് ഈ ആധാർ കാർഡൊക്കെ ഒപ്പിച്ച് പതുക്കെ അവിടുന്ന് മറ്റ് സംസ്ഥാനങ്ങളിൽ വന്ന് അവിടെ ജോലി ചെയ്യുക, അവിടെ വേരുറപ്പിക്കുക, അവിടെ പതുക്കെ ഇതുപോലെ ആദ്യം വാടക വീട്ടിൽ താമസിക്കുക, അല്ലെങ്കിൽ ഏതെങ്കിലും ചെറിയ ഷെൽട്ടറിൽ താമസിക്കുക. പിന്നീട് അവിടെ ഈ പറഞ്ഞതുപോലെ ആളെണ്ണം പതുക്കെ കൂടി വരുമ്പോൾ ഒരുമിച്ച് അങ്ങ് കയ്യേറുക ഭൂമി. ഈ പറഞ്ഞ പോലെ വനഭൂമി കയ്യേറിയാലും മതിയല്ലോ. ഈ വലിയ തോതിൽ വനം കയ്യേറിയിരിക്കുകയാണ് ആസാമിൽ. ഇതൊക്കെ ഈ ഇന്ത്യയിൽ ഇത്രയും നാൾ ഒരു കേൾപ്പോരും കേൾവിയുമില്ല. ആർക്കും എന്തും ചെയ്യാം. അങ്ങനെ അങ്ങ് നടന്നരുത്. ഇനി അത് നടക്കില്ല. ഇപ്പോൾ വളരെ വ്യക്തമാണ്. ഇന്നിപ്പോൾ ഈ 4 വർഷം കൊണ്ട് 1 ഏക്കർ 1 ലക്ഷം ഏക്കർ ഒഴിപ്പിച്ചെടുത്തെങ്കിൽ ബാക്കി 62 ലക്ഷം ഏക്കർ ഭൂമിയും താമസം വിന ഒഴിപ്പിച്ചെടുക്കും. അതിനുള്ള കരുത്ത് ആസാം സർക്കാരിനുണ്ട്, ഹിമന്ത ബിശ്വാസിനുണ്ട്, അദ്ദേഹത്തിനെ പിന്തുണയ്ക്കുന്ന BJPക്കുണ്ട്. തീർച്ചയായിട്ടും നമുക്ക് ആസാമിൽ നിന്ന് വലിയൊരു മാറ്റം ആസാമിൽ സംഭവിക്കുന്നത് നമുക്ക് കാണാം.